ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സംസാരിക്കാണ്ട്, അതുകൊണ്ട് തന്നെ ഈ സംസാരം മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം. കാണുന്ന എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അത് ഐഡിയ ഇല്ലാതെ ഈ പറയുന്ന പരിപാടിക്ക് നിന്നിട്ട് കാര്യമില്ല. തമ്പനയിൽ ഞാൻ പറഞ്ഞില്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണം. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി. നമ്മൾ ഒരുപാട് വേക്കൻസിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് പേരുണ്ടെന്നറിയാം നാട്ടിൽ നിന്ന് കയറി വരാനായിട്ട്. ആ കാരണം കൊണ്ടാണ് നമ്മളത് റിവീൽ ചെയ്തത്. റിവീൽ ചെയ്തപ്പോൾ ഞാനത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഒരു ഡ്രൈവിങ് ചെയ്യുന്ന വീഡിയോയും പിന്നെ നിങ്ങളുടെ ലൈസൻസിൻ്റെ കോപ്പി. ഇത് രണ്ടുമാണ് വേണ്ടതാണ്. പക്ഷേ വീഡിയോ മുഴുവൻ കണ്ടിട്ടാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ചിന്തിക്കാത്തത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വന്നു. ബയോഡേറ്റ, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഓരോരുത്തരുടെ വോയിസ് നോട്ടുകൾ, അവരുടേതായ കാര്യങ്ങൾ, അവരുടേതായ ഫീലിങ്ങുകൾ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് ഞാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അവരെ ഞാൻ ഈ വിരലിലുണ്ടാവുന്ന എനിക്ക് ജെന്യുവിനിറ്റി തോന്നിയ ആൾക്കാരെ ഞാൻ ഈ പറയുന്ന ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിനു മുമ്പ് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കൊടുത്തിട്ടാണ് അതിനും കൂടി വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അതിൽ പലരുടെയും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൽ ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു, എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, അതിപ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ, അതൊക്കെ അവരുടേതായ ഇഷ്ടം. അതിനെക്കുറിച്ച് ഞാൻ പറയിടല്ല. മെയിൻ കാര്യം, യൂറോപ്പിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മൈൻഡ് സെറ്റ് കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ജെന്യുവിൻ ഡ്രൈവർ ആയിരിക്കണം. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഭൂരിഭാഗം മെസ്സേജുകളും വാട്സപ്പിൽ വരുന്നതിൽ ഹെവി ലൈസൻസ് ഉണ്ട്, ട്രെയിലർ ഓടിക്കാൻ അറിയില്ല ചേട്ടാ, പക്ഷേ ഞങ്ങളവിടെ ഓടിച്ച് വന്നതിന് ശേഷം പഠിച്ചോളാം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ വാട്സപ്പിലൊരു വീഡിയോ ഇട്ടു ഒരു സഹോദരൻ. വീഡിയോ എനിക്ക് ട്രെയിലർ ഓടിക്കുന്ന വീഡിയോ കണ്ട വഴിക്ക് തന്നെ മനസ്സിലായി ഈ പറയുന്ന അപ്ലിക്കൻ്റ് ഓടിക്കുന്ന വീഡിയോ അല്ല അത്. ഞാൻ ആളെ വിളിക്കുകയും ചെയ്തു, ചേട്ടാ ഈ വീഡിയോ ക്ലാരിറ്റി പോരാ, ഓടിക്കുന്ന സ്റ്റീലൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്കൊരു വീഡിയോ വേണം. അപ്പോൾ ആൾ പറഞ്ഞത്, ശരിയാണ്, ഞാനല്ല വണ്ടി ഓടിക്കുന്നത്. ആരെയാണ് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെയാണ് ചീറ്റ് ചെയ്യുന്നത്. പിന്നെ ആ കൂട്ടുകാരൻ പറഞ്ഞൊരൊറ്റ കാര്യം, ഞാനിവിടെ ഇത്ര കൊല്ലമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അതായത് ഹെവി വണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ട്രെയിലർ ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യണതാണ്. ആ ട്രെയിലർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഓടിച്ചപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണെന്ന് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ഇനി കുഴപ്പമില്ല ബ്രോ, നമുക്ക് അവിടേക്ക് ഒരു അവസരം തന്നാൽ മതി, ഞാൻ അവിടെ ഓടിച്ചു വന്നിട്ട് പഠിച്ചോളാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. ഇതുപോലെ ഒരുപാടുണ്ട്. അതായത് ഹെവി ലൈസൻസ് ഉള്ള നാട്ടിൽ നിന്ന് കയറി വരാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ രാജ്യത്ത് നമ്മളെ വേണ്ടത് വർക്കിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർ നമുക്ക് ട്രെയിനിങ് തരാനായിട്ട്, ട്രെയിനിങ് ചിലപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് വണ്ടിയിൽ കയറുന്ന ടൈമിൽ ഒരു കോ ഡ്രൈവർ ഉണ്ടാവും. അതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മളെ മാപ്പ് നോക്കി വണ്ടി ഓടിക്കേണ്ടതെന്നും ടാക്കോ കാർഡിൻ്റെ വർക്ക് എങ്ങനെയാണെന്നും ഓരോരോ കൺട്രി ക്രോസിങ്ങിൻ്റെ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളും ലോഡിങ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ വണ്ടി ഓടിക്കാനല്ല കേട്ടോ അവർ പഠിപ്പിച്ചു തരുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ വേണ്ടത് പക്ക പ്രൊഫഷണൽ ട്രെയിലർ ഡ്രൈവേഴ്സിനെയാണ്. ഇത് നാട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കാതെ ഇവിടെ വന്നാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്.
ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞതാണ്, കമ്പനി ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ കമ്പനി എന്താണോ കോമ്പൻസേറ്റ് ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നാട്ടിലേക്ക് പോകാനായിരിക്കും, ചിലപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള വേറെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. നമ്മളൊരു സേഫ് സോണിൽ നിന്നാണ് ഡേഞ്ചറസ് സോണിലേക്ക് കയറുന്നത്. എത്ര വലിയ പ്രൊഫഷണൽ ഡ്രൈവർ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ അതൊരു ഡേഞ്ചറസ് സോണാണ്. അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ എത്തിക്കണം എന്ന് വിചാരിച്ചത്. അതായത് പേഴ്സണലായിട്ട് ഓരോരുത്തരെ വിളിച്ച് സെയിം പാറ്റേൺ തന്നെ പറഞ്ഞ് വയ്യാതെയായി. അതായത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരു ആളുടെ കൺവിൻസ് ചെയ്ത ആൾക്ക് വേണ്ട ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഞാൻ കോൾ കട്ട് ചെയ്യാറുള്ളൂ. അത് എന്നോട് സംസാരിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഹെവി ഓടിച്ച് വരുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ. അവിടെ നിന്ന് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആവുമെന്നുള്ളത് നിങ്ങൾ സാധാ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടി ഓടിച്ച് പഠിക്കാം. ഇപ്പോൾ കമ്പനി പറഞ്ഞു നമ്മുടെ അടുത്ത് പ്രൈവറ്റായിട്ട് വണ്ടി ഓടിച്ച് പഠിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം ജെന്യുവിനാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ബേസിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പാസ്സാവാനായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റായിട്ടും വേണം. അത് പക്കാ ഫ്ലുവൻ്റ് IELTS പഠിക്കണമെന്നല്ല, നമ്മൾ ഡ്രൈവേഴ്സാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്, നമ്മളെ ഓവർകം ചെയ്ത് നമ്മൾക്കൊരാളെ കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്കില്ല് നമുക്ക് മസ്റ്റായിട്ടും വേണം. ഫസ്റ്റ് തിങ്ങാണത്, ഫസ്റ്റ് തിങ്സ്. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് നമ്മളൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആവുക എന്നുള്ളതാണ്. നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിച്ച് പോകാം. ഭാഷ, നമ്മുടേതായ ആൾക്കാർ, എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും. അങ്ങനത്തെയൊക്കെ ഒരുപാട് അറ്റ്മോസ്ഫിയർ നാട്ടിലുണ്ട്. നേരെ മറിച്ച് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. ഈ വീഡിയോ ലെങ്ത് ഉണ്ടാവും കേട്ടോ. ആ ലെങ്ത് ഇപ്പോഴും ഞാൻ പറയാണ്, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് നാട്ടിൽ നിന്ന് നിങ്ങൾ പഠിച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 1 ഇയർ എടുത്താൽ മതി ഒരു എക്സ്പീരിയൻസ്. അതിനുള്ളിൽ നമുക്ക് A to Z കാര്യങ്ങൾ ട്രെയിലറിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. നാട്ടിൽ ഓപ്പർച്യൂണിറ്റി കുറവാണ് ട്രെയിലറിൻ്റെ, അറിയാം. എന്നിരുന്നാൽ പോലും നമ്മളൊരു ട്രെയിലറിൽ കയറി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എടുക്കണം. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറായി. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ചൊരു കാര്യം, പിന്നെ നമ്മൾ പക്ക കോൺഫിഡൻറ്റ് ഡ്രൈവറാണെന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കണം. വേറെ ആരും ബോധിപ്പിക്കരുത്, നമ്മളെ തന്നെ. അത് ഇത് രണ്ടും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിളാണ്. പിന്നെ വേണ്ടത് ഫിനാൻഷ്യലാണ്. ഈ ഫിനാൻഷ്യലിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന കാര്യം, എത്ര രൂപ വരും? അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ, ഓരോ രാജ്യത്ത് ഓരോ കമ്പനികൾ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത്ര രൂപ. അതൊരു അറൗണ്ടിങ് ഫിഗറായിട്ട് എനിക്കൊന്നും പറയാനായിട്ട് അറിയത്തില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. ആ ഫ്രണ്ടാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്പനികളിലേക്ക് കിട്ടും. പിന്നെ ഡയറക്റ്റ് കമ്പനി നാട്ടിൽ ഒരു ഏജൻസി ത്രൂ ആയിട്ട് വന്ന് ഇൻ്റർവ്യൂ എടുക്കും. ഈ ഇൻ്റർവ്യൂ എടുത്ത് വരുന്ന സ്ഥലത്താണെങ്കിലും ഏജൻസി ഫീസ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇവിടേക്ക് വരുന്ന ഡയറക്റ്റ് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് വരുന്ന കമ്പനികളിലേക്കാണെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നമ്മൾ തന്നെ കമ്പനി അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ ഇട്ട് കൊടുത്ത്, നമ്മൾ തന്നെ VFS എടുത്ത്, നമ്മൾ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്ത് കയറി വരുമ്പോൾ ഏവറേജ് ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഏജൻസി ത്രൂവിലാണെങ്കിലും ചിലപ്പോൾ ഈ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഇത് ഒരു രാജ്യത്തിൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കേട്ടോ പറയണേ ഞാൻ. ഒരു നമ്മുടെ ഒരു ഇപ്പോൾ വന്നിറങ്ങി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഷെയറിംഗ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ചില രാജ്യങ്ങളിലേക്ക്, കാനഡ, മാൾട്ടെ, UK, ഈ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് ബിഗ് എമൗണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള പൈസ കൊടുത്തിട്ടാണ് അവരൊക്കെ പോകുന്നത്. അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ആവാൻ വേണ്ടി പോകുന്ന കാരണം കൊണ്ടാണ് അത്ര എമൗണ്ട് കോട്ട് ചെയ്ത് പോകാനായിട്ട് അവർ വില്ലിങ് ആവണം.
നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് ഞാനൊരു ഡ്രൈവറാണ്. നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ട് കയറി പോരണത്? നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, നമുക്ക് നാട്ടിൽ കിട്ടുന്നേക്കാളും കുറച്ചും കൂടി കംഫർട്ട് സോൺ, പിന്നെ പോരാത്തതിന് നമ്മുടെ ഫാമിലി നല്ല രീതിയാണ്. ആ ഒരു രീതിയിലേക്ക് എത്തണം. നാട്ടിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗമ, ഇങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. നാട്ടിൽ ഇപ്പോൾ എൻ്റെ ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ, അവനെവിടെയാണ്, അവൻ യൂറോപ്പിൽ ഡ്രൈവറാണ്. ആ ഒരു പൊസിഷനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ. ഡ്രൈവർ ജോബ് എന്ന് പറഞ്ഞ നാട്ടിലത്തെ വെറും തെണ്ടിപ്പണി എന്നാണ് പറയുക. വള്ളക്കാരനും വണ്ടിക്കാരനും ആനക്കാരനും ഒരു റേഞ്ചില്ലാത്ത ഫീലായിരുന്നു നാട്ടിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇപ്പോൾ സാധാരണ ഇവിടെ വരുന്ന ആൾക്കാരൊന്നും അത്ര ലോ റേഞ്ചിലുള്ള ആൾക്കാരും അല്ല വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടേതായ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൈസ എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ അവനവൻ്റെ കയ്യിലത്തെ കാലിബർ അനുസരിച്ചിട്ട് തീരുമാനിക്കാം. പിന്നെ പൈസ കൊടുക്കുന്ന ഏജൻസി ജെനുവിനാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മുടെ സ്വപ്നങ്ങളാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഭൂരിഭാഗം ഏജൻസീസും നമ്മുടെ ആഗ്രഹങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിലെത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അത് നമ്മളൊരു പേപ്പറിൻ്റെ ആഡ് കണ്ടു, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലെ ആഡ് കണ്ടു, അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരാദ്യമേ നിങ്ങളുടെ അടുത്ത് പൈസ പറയുന്ന ഏജൻസി ആണെങ്കിൽ അപ്ലൈ ചെയ്യരുത്. കാരണം അത് ആദ്യമേ നിങ്ങൾ അവരുടെ അടുത്ത് പൈസയല്ല ചോദിക്കേണ്ടത്. ഒരു ഏജൻസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റി എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അറിയില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഏത് രാജ്യത്തേക്കാണ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ആദ്യം ചോദിക്കുക. അപ്പോൾ അവർ പറയും. ഒരു ജെനുവിൻ ഏജൻസി ആണെങ്കിൽ അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. നിങ്ങളാദ്യം ഇൻ്റർവ്യൂ പാസ്സാവണം. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യുന്ന 1-2 ഇൻ്റർവ്യൂ ഉണ്ടാവും. ഒന്നോ ഏജൻസി കോട്ട് ചെയ്യണതും പിന്നെ അത് കഴിഞ്ഞ് കമ്പനി കോട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ 2 ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. ആ ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഏജൻസിക്ക് ഒരു ടോക്കൺ എമൗണ്ട് എന്നുള്ള രീതിയിൽ നിസ്സാര പൈസ, അതായത് ഒരു 10,000 തൊട്ടിട്ട് 50,000 വരെ അവർ ചോദിക്കും. അത് ചോദിക്കുന്നത് അവർ വർക്ക് ചെയ്യുക, അത് നമുക്ക് റീഫണ്ടബിളാണ്. അത് അപ്പം തന്നെ ചോദിക്കണം. ഇൻ കേസ് നമുക്കത് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം കമ്പനി നമുക്ക് ഓഫർ ലെറ്റർ തന്നതിന് ശേഷം നമുക്ക് തരാൻ പോകുന്ന ഒരു സംഭവം വർക്ക് പെർമിറ്റാണ്. ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് VFS അപ്പോയിൻമെൻറ്റ്. ഈ വർക്ക് പെർമിറ്റ് കിട്ടുന്ന ടൈമിൽ ചിലപ്പോൾ കമ്പനിക്ക് ഡയറക്റ്റ് എമൗണ്ട് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ ആയിരിക്കും ഭൂരിഭാഗം കമ്പനികളും ചെയ്യുക. ഡയറക്റ്റ് എമൗണ്ട്, അതായത് നമുക്കിവിടെ വന്ന ലൈസൻസ്, അക്കോമഡേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ ആയിട്ട് കമ്പനി നമുക്കൊരു എമൗണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അവർ ചോദിക്കും. അത് നമ്മൾ ഡയറക്റ്റ് കമ്പനിയിലേക്കാണ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സ്ലിപ്പ് കയ്യിൽ പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഏജൻസി നമ്മുടെ അടുത്ത് പറയാം VFS ചിലപ്പോൾ നമ്മൾ തന്നെ എടുക്കണം, ചിലപ്പോൾ ഏജൻസി നേരിട്ടെടുത്ത് തരും, അല്ലെങ്കിൽ കമ്പനി നേരിട്ടെടുത്ത് തരും. അതും സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓരോരോ സ്റ്റേജ് അനുസരിച്ചിട്ട് ഓരോരോ കമ്പനിയുടെയും ഏജൻസിയുടെയും കഴിവനുസരിച്ചിട്ട് അതിൻ്റേതായ രീതികളുണ്ടാവും. അപ്പോൾ അതങ്ങനെ ആ ഏജൻസി നമ്മൾ VFS കഴിഞ്ഞ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ചില ഏജൻസി നമുക്ക് ടിക്കറ്റ് അടക്കം ഓഫർ ചെയ്യും. നമുക്ക് പൈസ ഫുൾ എമൗണ്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, ഒരു 4 സ്റ്റെപ്പെങ്കിലും വേണ്ടി വരും നമ്മുടെ പേയ്മെൻറ്റ് ഡിലേ. ഈ 4 സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ എന്ന് പറയുന്ന സാധനത്തിന് എവറേജ് ഡ്യൂറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 3 മാസം തൊട്ടിട്ട് 5-6 മാസം, ചിലപ്പോൾ 1 ഇയർ വരെ എടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രോസസ്സാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, അതായത് ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ചിലപ്പോൾ ഇപ്പോൾ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നത്, ഇൻ്റർവ്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ഇപ്പോൾ വർക്കില്ലാതെ അവർ ഇതിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. ആ ടൈമിൽ
ഇത്രയും കാലം നമുക്ക് ചിലപ്പോൾ വർക്ക് ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലി, പിന്നെ നമ്മുടെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കയറി പോയിട്ടുണ്ടാവുക. അതിൻ്റെ ഡ്യൂ എമൗണ്ട് പ്രോബ്ലംസാണ്. ഇതിൽ ഒരിക്കലും നമുക്ക് ഇൻ്റർവ്യൂ പാസ്സായെന്നോ വർക്ക് പെർമിറ്റ് വന്നു വിചാരിച്ച് നമ്മുടെ ഡ്യൂട്ടി കളയരുത്. ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. കറക്റ്റ് കാര്യങ്ങൾ VFS കിട്ടണ ടൈം വരെ നമ്മൾ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. കാരണം ഇങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് വീഡിയോ നല്ല ലെങ്ത് വരുന്നുണ്ട്, പക്ഷേ ഇത് കാണണം കേട്ടോ നിങ്ങൾ. ഞാനത് വീണ്ടും പറയുകയാണ്. ഇടയിൽ ഞാൻ പറയുന്നത് ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, എനിക്കും ഒരുപാട് ഇതുപോലത്തെ നിങ്ങൾ ചോദിക്കുന്ന സെയിം ഡൗട്ടുകൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ അയക്കുന്ന പോലെ തന്നെ ഞാനും ഓരോ വ്യക്തികളിലേക്കും അയക്കാറുണ്ട്. യൂട്യൂബ് ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നു. ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. 3-4 ഇൻ്റർവ്യൂ ഞാൻ ഫെയിലാണ്. ഓരോ കമ്പനികളിൽ പോയി സബ്മിഷൻ കൊടുത്തിട്ടും അതിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് ഏജൻസികളാണെങ്കിലും ചീറ്റിങ്ങിൽ ഒരുപാട് അകപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടൊരു റിപ്ലൈ ആരും തന്നിരുന്നില്ല. ആ കാരണം കൊണ്ടൊക്കെ ഒരുപാട് പൈസ ലോസായി പോയിട്ടുമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളിവിടെ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലും ഉണ്ട് പ്രശ്നം. എയർപോർട്ടിലും ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ യൂറോപ്പിലെത്തി എന്നുള്ള വീഡിയോൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് ചാൻസ് എയർപോർട്ടിൽ കമ്പനി തന്ന ടിക്കറ്റിൽ കയറി വരാൻ പറ്റിയില്ല. എയർപോർട്ടിൽ അവർ എന്താ പറയുക, സസ്പീഷ്യസ് ഡോക്യുമെൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തി. ആ ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ എനിക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് വേറെ ടിക്കറ്റ് വരുന്നത്. നാട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് പോയിട്ട് തിരിച്ച് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഇത് കാണുന്ന എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല. അത്രയും കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഇത് റിവീൽ ചെയ്യുന്നത്. അത്രയും സഹിച്ച് ഞാനിവിടെ എത്തി. പിന്നെ രണ്ടാമതാണെങ്കിലും നമുക്ക് ഇതേപോലെ കമ്പനി ടിക്കറ്റ് തന്നു. ഞാനിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കോഡ് 95 2009 ശേഷമുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് 95 എക്സാം പ്രിപ്പയർ ചെയ്യണം. ഈ കോഡ് 95 എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് ചില കമ്പനികളിൽ നമ്മൾ ഓൺ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും. അത് ഏജൻസിക്ക് നമ്മളിവിടെ ഇറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതോടുകൂടി അവരുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആണ്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാദ്യം നിങ്ങൾ മൈൻഡിൽ കയറ്റി വയ്ക്കാം. പിന്നത്തെ കാര്യം നമ്മൾ ഈ പറയുന്നത് നമുക്ക് കിട്ടുന്ന ടാസ്ക് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് ബാക്കിയുള്ള കാര്യം. അത് നമ്മുടെ മാത്രം കഴിവാണ്. കോഡ് 95 എക്സാം അത് പാസ്സാവണം. അത് പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിപ്പെൻഡിങ് നേഷൻസിൻ്റെ, അതായത് ഓരോ രാജ്യത്തിനും ഓരോരോ കോഡ് 95കളാണ്. അത് നമ്മൾ നാട്ടിൽ നിന്ന് ഏത് രാജ്യത്തേക്കാണോ വരുന്നത് ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ കോഡ് 95 എക്സാം നാട്ടിലിരുന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇപ്പം ഉണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ സമയം ലാഭിക്കാൻ പറ്റും. കോഡ് 95 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതും ഓരോ രാജ്യത്തെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്, ഓരോരോ ഇൻസ്ട്രക്ടർ വരുന്നതനുസരിച്ച് നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അതിൻ്റെ ഫോർ എക്സാമ്പിളാണ് ഞാൻ. കഴിഞ്ഞ ടെസ്റ്റ് ഞാൻ പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ പലരും പ്രാർത്ഥിച്ചു എന്നറിയാം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പാസ്സാവാൻ പറ്റിയിട്ടില്ല. 5 ടെസ്റ്റായിട്ടോ 16 കൊല്ലം ഞാൻ വണ്ടി ഓടിച്ചതാണ്. 16 കൊല്ലം നാട്ടിൽ. അതിൽ ഭൂരിഭാഗം ഹെവി വണ്ടികളും ഒരു കണ്ടിന്യൂസ് ആയിട്ട് നാട്ടിൽ നിന്ന് കയറി വരുന്നത് വരെ ഞാൻ ട്രെയിലർ ഓടിച്ചിട്ടുള്ളൊരു ഡ്രൈവറാണ്. എന്നിട്ട് പോലും എനിക്കിവിടെ വന്നിട്ട് പാസ്സാവാൻ പറ്റിയിട്ടില്ല. ഒരു മൈന്യൂട്ട് മിസ്സിങ്ങുകളാണ് നമുക്കിവിടെ തോൽവികളായിട്ട് വരുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. അത് അവർ നമ്മളെ പക്കയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ മൈൻഡ് സെറ്റ് ഉണ്ട്. ഓരോരുത്തരെ കാണുമ്പോൾ പെരുമാറുമ്പോൾ, അതായത് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഇമ്പ്രഷൻ കിട്ടണം. അതെങ്ങനെയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇൻസ്ട്രക്ടറുടെ മൂഡ് പോലെ ഇരിക്കും. അത്രയും ടൈറ്റ് ടെസ്റ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കൂടുതൽ. ഇതിപ്പോൾ എന്താവും എന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഏതൊരു കമ്പനിയാണെങ്കിലും നമ്മളെ കൊണ്ടുവരുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്.
അവർക്കും ഉണ്ട് ഒരു ലിമിറ്റേഷൻ. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറി വരാമെന്നുള്ളത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയും മിനിറ്റ് കയറണേൻ്റെ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ള ഒരു ഇതുള്ളത് കാരണം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരാൾ ഈ വീഡിയോ കണ്ടാൽ മതി, അവനെങ്കിലും ഇങ്ങോട്ട് കയറി വരുമോ ഇത് മൈൻഡിൽ കയറ്റി വെച്ചിട്ട് വരണം. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്, അത് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് കണ്ടൻറ്റ് അതായത് 1 by 1 ആയിട്ട് ഇട്ട് തരാമായിരുന്നു. പക്ഷെ അത് ആ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഫീല് കിട്ടുള്ളൂ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതേപോലെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിൽ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പേഴ്സണലായിട്ടുള്ള നമ്പറും ഞാൻ ഇതിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആക്കാതെ നിങ്ങളൊന്നും ബിഹേവ് ചെയ്തോളൂ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഇനി വീഡിയോസും അതായത് നിങ്ങളുടെ ട്രെയിലറിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഏതെങ്കിലും ഇതേപോലത്തെ ഏതെങ്കിലും ഏജൻസി ആയിട്ടോ കമ്പനി ആയിട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഒരു ട്രെയിലർ ഡ്രൈവറുടെ വേക്കൻസി ഫില്ലായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ള അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ യൂറോപ്പ് സ്വപ്നം കാണാം കേട്ടോ. ഇതൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ കൂടുതൽ സ്മൂത്ത്നെസ് ഉണ്ടാവും. എനിക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലല്ലായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായ കാരണം കൊണ്ടാണ് മൈൻഡ് സെറ്റ് എടുത്തിട്ട് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് തരാൻ പറ്റും അടുത്ത് തന്നെയെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധിച്ചിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടിയിട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബൈ.